ഒരു ബ്ലോക്ക് യൂണിവേഴ്സ് കോൺസെപ്റ്റ് ആണ് ഇന്റർസ്റ്റെല്ലാർ മൂവി തന്നെ. അതായത് ടൈം എന്ന് പറയുന്നത് യു ആർ ജസ്റ്റ് എന്താ പറയുന്നത്, നമ്മളത് അനുഭവിക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇന്റർസ്റ്റെല്ലാറിൽ അത് കാണിക്കുന്നത്. ടൈം ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്വാണ്ടിറ്റിക്ക് പ്രോപ്പർലി ഒരു ഡെഫിനേഷൻ നമുക്ക് ഇന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ടൈം എന്നുള്ളത്. സോ ടൈം ക്യാൻ മൂവ് ഫോർവേഡ് ആൻഡ് ടൈം ക്യാൻ മൂവ് ബാക്ക്വേർഡ് അക്കോർഡിംഗ് ടു ഫിസിക്സ്. ഫിസിക്സ് നിയമപ്രകാരം നമുക്ക് സമയം മുമ്പോട്ടും പുറകോട്ടും പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് സമയം മുമ്പോട്ട് മാത്രം പോകുന്നതായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനാണ് നമുക്ക് ഈ ആരോ ഓഫ് ടൈം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് സമയം പുറകോട്ട് പോകുന്നതായി നമ്മൾ കാണുന്നില്ല. അത് എൻട്രോപ്പി, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അവനെ പിടിച്ചു നിർത്തുന്നത്. അത് സമ്മതിക്കാതിരിക്കുന്നതിന്റെ റീസൺ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. കാരണം എൻട്രോപ്പി എപ്പോഴും യൂണിവേഴ്സിന്റെ, പ്രപഞ്ചത്തിന്റെ കൂടിക്കൊണ്ടേയിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ മൂവിയിൽ നമുക്ക് പല സമയത്ത് ഈ നായകൻ പുറകിലോട്ട് പോയിട്ട് പാസ്റ്റിലോട്ട് പോയിട്ട് നമ്മൾ അതിലെ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്ന ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലോട്ട് പോയിട്ട് ഒരു ഹയർ ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ടാണ് അതിനെ ടെസറാക്റ്റിനെ കാണിക്കുന്നത് ഡയറക്ടർ. അതിൽ തന്നെ പോയിട്ട് നോൺ ലീനിയർ ടൈമിനെ എഫക്ട് ചെയ്യിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ആ സിനിമ ശ്രമിക്കുന്നതായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതിൽ ശരിക്കും സിനിമ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഈ നായകൻ സിനിമയുടെ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പോയിട്ട് ചേഞ്ചസ് വരുത്തുന്ന സീൻ, അതായത് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു ബെഡ്റൂമിൽ ഇരിക്കുന്ന ഒരു സീൻ, അത് ആദ്യവും കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ അവസാനം ഈ നായകൻ ആ പുസ്തകങ്ങൾ തട്ടിക്കൊടുക്കുമ്പോൾ അവിടെയും ഒരു സീൻ കാണിക്കും. ഇത് രണ്ടും കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ആ രണ്ടാമത്തെ സീനിൽ ആ ഡോർ അടച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ആ ഡോറിന്റെ പുറകിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളുടെ നിറങ്ങൾ വ്യത്യാസമാണ്. ഇതാണ് ക്രിസ്റ്റഫർ നോളന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും ഒറിജിനൽ പാസ്റ്റിലോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ക്രിസ്റ്റഫർ നോളൻ ഒരു ഐഡിയ തരാണ്. ഇതാണ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ നായകൻ പോയിട്ട് ഈ പുറകിലോട്ട് പോകുമ്പോൾ ആ യൂണിവേഴ്സിലെ തന്നെ പുറകിലോട്ടല്ല, മറ്റൊരു പ്രപഞ്ചത്തിലോട്ട്, അതൊരു മൾട്ടി യൂണിവേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. വേറൊരു യൂണിവേഴ്സിലെ പാസ്റ്റിലാണ് വേരിയേഷൻ നടത്താൻ ശ്രമിക്കുന്നത്. അത് പാസ്റ്റ് ആയിട്ടില്ല, ആ യൂണിവേഴ്സിലെ പ്രസന്റ് ആണ്. അപ്പോൾ ടൈം നമുക്ക് പുറകോട്ട് പോവാമെങ്കിലും നമ്മുടെ സ്വന്തം യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയ ടൈം ഒരിക്കലും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പാസ്റ്റ് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.